അവർക്ക് സ്വാഗതം. അലീനയോട് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണല്ലോ രോഹിത്. അപ്പോൾ അലീന രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്, ഇനിയെങ്കിലും നല്ല കുട്ടിയായിട്ട് ജീവിക്കുക, ഞാൻ ഇതുപോലെ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, അന്നൊന്നും അതനുസരിച്ചില്ല എന്ന് പറഞ്ഞ് അങ്ങ് ഉപദേശിക്കുകയാണ്. അപ്പോൾ അതും രോഹിത്തിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. നിൻ്റെ ഉപദേശമൊന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് തട്ടിക്കയറുകയാണ് കേട്ടോ അലീനയോട്. അപ്പോൾ അലീന രോഹിത്തിൻ്റെ ഇത് മനസ്സിലാക്കിയിട്ട് തന്നെ അതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ആയിക്കോട്ടെ എന്നാൽ വേണ്ട, ഞാൻ ഈ ഫുഡ് ഇവിടെ വെച്ചിട്ട് പോയിക്കോളാം, വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അലീന റൂമിലേക്ക് കയറി അവിടെ ടേബിളിൽ കൊണ്ടുവയ്ക്കും കേട്ടോ ഫുഡിൻ്റെ ട്രേ. അപ്പോൾ എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ രോഹിത്തെ ഇങ്ങനെ എല്ലാവരോടും ദേഷ്യം കാണിക്കുന്നത്, രോഹിത്തിനോട് ഇവിടെ ആർക്കും ദേഷ്യവും വെറുപ്പൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇനിയെങ്കിലും നല്ല കുട്ടിയായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോരും കേട്ടോ. രോഹിത്തിന് ഭയങ്കര ദേഷ്യമാണ് അലീനയോട്. എന്തായാലും ഫുഡിൻ്റെ ട്രേ അവിടെ വെച്ചിട്ട് പോരുന്നുണ്ട്, വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങ് രോഹിത്തിന് ഇഷ്ടപ്പെടുന്നില്ലേ. അലീന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് ഓടി ചെന്നിട്ട് ആ ഫുഡിൻ്റെ ട്രേ അങ്ങ് തട്ടിമറിച്ചിടുകയാണ് കേട്ടോ. അലീനയാണെങ്കിലും ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ പിറകോട്ട് നോക്കുന്ന സമയത്ത് ആ ഫുഡെല്ലാം താഴെ വീണ് അതുപോലെ തന്നെ ഗ്ലാസും പ്ലേറ്റും ഒക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ആകെ താഴെ തറയിൽ ഒന്നായിട്ട് ചെതറി കിടക്കുകയാണ്. ആ സമയത്താണ് കൃഷ്ണമോൾ സ്കൂൾ വിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കോളിംഗ് ബെല്ലടിച്ച് അകത്തേക്ക് കയറും. അപ്പോൾ ബബിതയാണെങ്കിലും അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് കൃഷ്ണമോൾ, രോഹിയേട്ടൻ വന്നില്ലേന്ന്. അപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ എവിടെയെന്ന് നോക്കുമ്പോൾ റൂമിലുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാനൊന്ന് രോഹിയേട്ടനെ കണ്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ ബബിതയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ചെല്ലേന്ന് പറയേ. എന്നിട്ട് രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണമോളാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പലീന അവിടെ പുറത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ റൂമിലേക്ക് നോക്കുന്ന സമയത്ത് കൃഷ്ണമോൾ കാണുന്നത് ആ ഫുഡെല്ലാം താഴെ ചെതറി കിടക്കുന്നതാണ്, പ്ലേറ്റും ഗ്ലാസ്സും എല്ലാം പൊട്ടിക്കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ ഇതെന്ന് ചോദിക്കും. അപ്പോൾ അത് അവൻ തട്ടി താഴെ ഇട്ടതാണെന്ന് അലീന പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സാരമില്ല, മോള് പോയിട്ട് മോപ്പും തുടയ്ക്കുന്ന ടവലൊന്നും എടുത്തുകൊണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അതെടുക്കാനായിട്ട് താഴേക്ക് പോകുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിലും റൂമിൽ കയറിയിട്ട് അപ്പോഴേക്കും അവിടുന്ന് ആ പ്ലേറ്റിൻ്റെ കഷ്ണങ്ങളും ഗ്ലാസിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നേ. അലീന ഇതെല്ലാം ചെയ്യുമ്പോഴും രോഹിത് ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് കേട്ടോ അവിടെ നോക്കി നിൽക്കുന്നത്. കൃഷ്ണമോൾ താഴേക്ക് ചെല്ലുമ്പോൾ ബബിതയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, രോഹിയേട്ടനെ കണ്ടോയെന്ന്. അപ്പോൾ കണ്ടു എന്ന് അറിയാം കേട്ടോ. അപ്പോൾ അവിടെ ഫുഡിൻ്റെ ഇതെല്ലാം തട്ടിയിട്ട് കാര്യമൊക്കെ ബബിതയോടും കൃഷ്ണമോൾ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയും, അവൾ ആ ഫുഡ് കൊണ്ടുപോയപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇതേ സംഭവിക്കുകയുള്ളൂ എന്ന്, രോഹിട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ്, നമ്മൾ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കാവോ എന്നും ബബിത പറയുന്നുണ്ട്. കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് നേരത്തെ സ്കൂൾ വിട്ട് വന്നോന്ന്. അപ്പോൾ ഇന്ന് പരീക്ഷയായിരുന്നല്ലോ അച്ഛോ, 10 മണിക്ക് തുടങ്ങി 12 മണിക്ക് കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ രോഹിത്തിനെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടു എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോൾ ബാലേന്ദ്രനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഫുഡ് ആകെ തട്ടിമറിച്ചിട്ടിരിക്കുകയാണ് രോഹിയേട്ടൻ എന്ന് പറയുമ്പോൾ അലീനയോട് അവൻ തട്ടി കയറിയോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പറഞ്ഞതെന്ന് പറയും. അപ്പോൾ അവന് ഇത്രയ്ക്ക് അഹങ്കാരമോ, തിരിച്ച് ജയിലിൽ തന്നെ കൊണ്ടുവിടേണ്ടി വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും നമ്മളിങ്ങനെ അവിടുന്ന് ഇറക്കി കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തോന്നുന്നത് എന്നൊക്കെ കൃഷ്ണമോളും പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് ബാലേന്ദ്രൻ അങ്ങ് മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണമോൾ ഡോർ അടച്ച് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത്. പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ഞാൻ ചെന്ന് വിളിച്ചതാണ്, രോഹിട്ടൻ വാതിൽ തുറന്നില്ല എന്ന് പറയും കേട്ടോ കൃഷ്ണമോൾ. എന്നാൽ ഞാനൊന്ന് ചെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അലിനെ പോകാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അച്ഛൻ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നേ. അവൻ ആര് വിളിച്ചാലും വരില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ അങ്ങനെ, ഞാൻ ചെന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, അപ്പോൾ ഞാൻ ഫുഡ് അങ്ങോട്ടേക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറയും അലീന. അപ്പോൾ നീ കൊണ്ടു കൊടുത്തപ്പോൾ നേരത്തെ അവൻ എന്താ ചെയ്തതെന്ന് നീയും കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലേ, നമുക്ക് കൃഷ്ണമോളുടെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് പറയേ. എന്നിട്ട് ബാലേന്ദ്രനെ അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ. അച്ഛനെ ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കുമെന്ന് പറയും. അപ്പോഴേക്കും രോഹിത്തിനുള്ള ഫുഡെല്ലാം എടുത്തിട്ട് കൃഷ്ണമോളുടെ കയ്യിൽ കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഞാനും കൂടെ വരാം, അവൻ വാതിൽ തുറക്കുമെന്നൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രനും കൂടെ പോവാണേ. അവരെ മുകളിലെത്തുമ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ തന്നെ കൂടെ വന്നത്, ഞാൻ കൊടുക്കുമായിരുന്നല്ലോ രോഹിയേട്ടന് ഫുഡ് എന്ന് പറയുമ്പോൾ അവൻ നീ വിളിച്ചാൽ വാതിൽ തുറന്നില്ലെങ്കിലോ എന്ന് പറയുമ്പോൾ അത് തുറപ്പിക്കാൻ എനിക്കറിയാമെന്ന് കേട്ടോ കൃഷ്ണമോൾ പറയുന്നത്. കൃഷ്ണമോൾ ചെന്നിട്ട് വിളിച്ചിട്ട് വാതിൽ തുറന്നില്ല കേട്ടോ. പിന്നീട് ബാലേന്ദ്രൻ ഡോറിന് തട്ടി വിളിക്കും. അപ്പോൾ അവനാണെങ്കിലും ഭയങ്കര ദേഷ്യത്തിൽ വാതിൽ തുറന്നിട്ട് ചോദിക്കുകയാണ്, ഒന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത് എന്ന് നോക്കി കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ തിരിച്ച് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതാണ് അവിടെ നിൻ്റെ മര്യാദ, ഒരാൾ വന്ന് ഡോറിന് തട്ടി വിളിക്കുമ്പോൾ വാതിൽ തുറക്കുന്നതല്ലേ മര്യാദ, കിടന്നുറങ്ങുന്നതാണോ എന്ന് നോക്കി കേട്ടോ.
കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് വീണ്ടും അങ്ങ് കഥ അടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, എന്ത് കണ്ടിട്ട് അവൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ചെയർ എടുത്ത് ആ ഡോറിനെ അങ്ങ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പേടിച്ചിട്ട് ആ ഫുഡിൻ്റെ ട്രേ ഒക്കെ അവിടെ വെച്ച് ബാലേന്ദ്രനെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ എന്തിനാ ഇങ്ങനെ അത് ലോക്ക് ചെയ്ത് കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. നാളെ അവൻ ഇത് ലോക്ക് ചെയ്ത് കിടക്കുന്നതെന്ന് എനിക്ക് കാണണം, പണിക്കരെ വിളിച്ചു കൊടുന്ന് അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ഇളക്കിയിടുന്നതാണ് കേട്ടോ പറയുന്നത് ഡോറിൻ്റെ. അപ്പോൾ എന്നിട്ട് രോഹിത് വാതിൽ തുറക്കുന്ന സമയത്തും അത് പറയുന്നുണ്ടായിരുന്നു, നീ നാളെ മുതൽ ഇങ്ങനെ ഇത് ലോക്ക് ചെയ്ത് കിടക്കുന്നത് എനിക്കൊന്ന് കാണണം, എന്തിനാ നീ ഏത് സമയത്ത് ലോക്ക് ചെയ്ത് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുമ്പോൾ ബാലേന്ദ്രൻ രോഹിതാണെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ടായിരുന്നു, അതിനേക്കാളും ഭേദം നിനക്ക് എന്നെ അങ്ങ് കൊല്ലുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ അഹങ്കാരം കാണിക്കുന്നു. അവനിങ്ങനെ ഓരോ ചെറ്റത്തരം കാണിച്ച് ജയിലിൽ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവന്നപ്പോൾ ഇതാണോ ചെയ്യുന്നത്, അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, നീ ഇങ്ങനെ എൻ്റെ പെൺമക്കളുടെ നേരെ ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളോട് ആ ഫുഡ് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുകയാണ്, വേണമെങ്കിൽ എടുത്ത് വെച്ച് കഴിച്ചോട്ടെ, ആ ഫുഡ് റൂമിൽ കൊണ്ടുവയ്ക്കുകയെന്ന് പറയും. അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും വേണ്ട അച്ഛാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ബാലേന്ദ്രനും ദേഷ്യമാണ്, അത് കൊണ്ടുവയ്ക്കാൻ അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പേടിച്ചാണ് കേട്ടോ അത് ആ റൂമിൽ കൊണ്ടുവയ്ക്കുന്നത്. ആ ഫുഡ് അവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ട് കൃഷ്ണമോളും ഇങ്ങനെ രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു, എന്തിനാ രോഹിട്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നത്, രോഹിട്ടും ജയിലിലായ സമയത്ത് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു എന്ന് അറിയോ, ഇനിയെങ്കിലും സമാധാനമായിട്ട് ഇരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ കൃഷ്ണമോൾ താഴേക്ക് വരുന്നത്. പിന്നീട് കൃഷ്ണമോളും ബാലേന്ദ്രനും താഴേക്ക് വരുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായിരുന്നു പ്രശ്നമെന്ന്. അപ്പോൾ രോഹിത്തിൻ്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ പറയുകയാണ് ബാലേന്ദ്രൻ അലീനയോട്. അപ്പോൾ അവനെന്താ ഇതുമാത്രം ദേഷ്യം, അവനെ നമ്മൾ ജയിലിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നത് അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പറയും കേട്ടോ. അപ്പോൾ എന്തിനാ അവൻ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ദേഷ്യം തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഇത്രയും ദേഷ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാനിങ്ങനെയൊന്നും കാണിക്കാറില്ല എന്ന് പറയും. പിന്നീട് അച്ഛൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയെന്ന് പറയും. അവർ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ രോഹിത്തിൻ്റെ റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, രോഹിട്ടൻ ഇങ്ങനെ ഡോറ് തുറന്നു എന്ന് തോന്നുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി നോക്കുകയാണ് കേട്ടോ. അവിടെ താഴെ നിന്നിട്ട് തന്നെയാണ് മുകളിലേക്ക് നോക്കുന്നത്. അപ്പോൾ രോഹിത്താണെങ്കിലും ആ ഫുഡിൻ്റെ ട്രേ എല്ലാം പിടിച്ച് അവിടെ നിൽക്കുകയാണ് കേട്ടോ, അത് താഴേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഫുഡ് താഴേക്ക് ഇടല്ല രോഹിട്ടന് വേണ്ടെങ്കിൽ ഞാനത് എടുത്ത് കൊണ്ടുവന്നോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രന് വേണ്ടിയിട്ട് ചെന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, രോഹി ഫുഡ് താഴേക്ക് ഇടല്ലേ എന്ന് പറയുന്നുണ്ട്, അഹങ്കാരം കാണിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കൃഷ്ണമോൾ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറയുമ്പോഴേക്കും അതങ്ങ് താഴേക്ക് ഇടൽ കഴിഞ്ഞു കേട്ടോ. ആ ഫുഡിൻ്റെ ട്രേ ഒന്നായിട്ട് അങ്ങ് താഴേക്ക് ഇട്ടു. ആകെ പൊട്ടി ചെതറി കിടക്കുകയാണ് കേട്ടോ, എല്ലാം പ്ലേറ്റും എല്ലാം ഫുഡും ആകെ ചെതറി കിടക്കും. ഇതൊക്കെ കാണുമ്പോഴേക്കും ബാലേന്ദ്രന് അങ്ങ് ദേഷ്യം വന്നിട്ട് അവൻ്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു കൊടുക്കും എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ട അച്ഛനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ട, അവനോടുള്ള ദേഷ്യം തന്നെയാണ് തീർക്കുന്നത്, അല്ലാതെ നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മളോട് ആരോടും അവന് ദേഷ്യമില്ല, അവനോടുള്ള ദേഷ്യം തന്നെയാണ് തീർക്കുന്നത്, അവൻ്റെ ജീവിതം ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അച്ഛൻ സമാധാനമായിട്ട് അവിടെ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കൊണ്ടിരുത്തുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോളോടും ബബിതേനോടും അവിടെ ഇരുന്ന് അച്ഛനെയും കൂട്ടി ഫുഡ് കഴിക്കാൻ പറയുന്നുണ്ട്, അച്ഛനെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയും. ഇപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പിന്നീട് ബാലേന്ദ്രനെ പിടിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടിരുത്തുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അലീനയാണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. താഴെ ഇങ്ങനെ ആകെ പൊട്ടിച്ചിതറി കിടക്കുകയാണല്ലോ. എന്നിട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ആകെ ദേഷ്യവും സങ്കടമൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അലീനയ്ക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ. അലീനയാണെങ്കിലും ആ ഫുഡൊക്കെ തറയിൽ പോയി കിടക്കുകയാണല്ലോ, അത് നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ശരണ്യയുടെ വീട്ടിലേക്ക് ആ സമുദായ നേതാക്കളൊക്കെ വരുന്നതാട്ടോ കാണിക്കുന്നത്. അവർ വന്നിട്ട് ദേഷ്യപ്പെട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, പ്രഭാകര ശ്രീലത ഇറങ്ങി വാന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങി വന്നിട്ട് കുറച്ച് ഗൗരവമുള്ള കാര്യമല്ലേ സംസാരിക്കാൻ പോകുന്നത്, കയറിയിരിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ കയറിയിരിക്കാനൊന്നുമില്ല, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും കേൾക്കുകയും വേണ്ട, കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനാണ് വന്നതെന്ന് പറയും കേട്ടോ. നിങ്ങളെ വിചാരണ ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ വന്നത്, നിങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ സമരം ചെയ്തത്, നിങ്ങളുടെ മകൾക്ക് നീതി കിട്ടാനും വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളെ ഇങ്ങനെ ചതിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നേ. നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ മകളെക്കാളും നിങ്ങളുടെ മകളെ മാനത്തിനേക്കാളും വലുത് പണമായിരുന്നെങ്കിൽ അതങ്ങ് നേരത്തെ പറയായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പണം തന്ന് സഹായിക്കാനും വേറെ കാര്യങ്ങൾ സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ മകൾക്ക് എന്തായാലും ഇനി ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, സർക്കാർ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളുടെ മകൾ വിചാരിച്ചാൽ ഇവിടെ കൂലിപ്പണി എടുത്ത് ജീവിക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല, അവൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇനി നിങ്ങളെ ആരെങ്കിലും സഹായിക്കാൻ വന്നാലും അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഭീഷണിപ്പെടുത്തുന്ന പോലെയൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് ശരണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശരണ്യനെ കാണുമ്പോൾ ആ വനിതാ നേതാവ് ഉണ്ടല്ലോ, അങ്ങനെ അതിനാണെങ്കിലും ദേഷ്യം വന്നിട്ട് ശരണ്യനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിനക്ക് കോടതിയിൽ പറയേണ്ടത് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നതല്ല,
അല്ലായിരുന്നോ? എന്നിട്ട് പിന്നെ നീ ഇങ്ങനെ ആ സ്വർണ്ണക്കടക്കാരൻ്റെ വീട്ടിലെ വേലക്കാരി ഇങ്ങനെ വന്ന് പറഞ്ഞത് കേട്ട് എന്തിനാ മൊഴി മാറ്റി പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സ്വർണ്ണക്കടക്കാരനും ഒക്കെ ഇങ്ങനെ സഹായിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ അവർ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ കോടതിയിൽ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വനിതാ നേതാവ് ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആ സ്വർണ്ണക്കടക്കാരൻ്റെ മകൻ നിന്നെ തൊട്ടിട്ടില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത്? അത് ഞങ്ങൾ വിശ്വസിക്കണോ എന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അത് തന്നെയാണ് സത്യം. ആ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് പോലും വന്നിട്ടില്ല, എന്നെ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറയുക. ഹരിയും കൂട്ടരും ആ ചേട്ടനെ ഒരുപാട് ഇങ്ങനെ ഉപദ്രവിച്ചതാണ്, അതിൻ്റെ പേരും പറഞ്ഞ്. എന്നിട്ട് ബാത്റൂമിൽ പൂട്ടിയിടാണ് ചെയ്തത്. അതുതന്നെയാണ് സത്യം എന്ന് പറയുന്നുണ്ടായിരുന്നേ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പാതി മയക്കത്തിലാണെങ്കിലും ആരൊക്കെ എന്നെ എന്തൊക്കെയോ ചെയ്തു എന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നും പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത എന്നെപ്പോലെ ചതിക്കപ്പെട്ട ഒരാളെ കൂടെ ഞാൻ ഇതിലേക്ക് വലിച്ചിടണമല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ശിക്ഷിക്കാം, എന്നാലും എനിക്ക് കുഴപ്പമില്ല. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയിപ്പോൾ എനിക്ക് സംഭവിച്ചത് ഓർത്ത് ഞാൻ ഇതാക്കിക്കോളാം. പക്ഷേ തെറ്റ് ചെയ്യാത്ത ഒരാളെ ഇതാക്കി എന്നുള്ള ആ ഒരു കുറ്റബോധം എനിക്ക് ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ ശരണ്യ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു, രോഹിത്തിനെ ഇങ്ങനെ നാട്ടുകാരെ ഓടിച്ചിട്ട് തല്ലുന്നതും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അതൊക്കെയാണ് കാണിക്കുന്നത്. മനു ഒക്കെ വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നീട് രോഹിത്തിനുള്ള ഫുഡുമായിട്ട് അലീന ചെല്ലുന്ന സമയത്ത് വീണ്ടും ആ ഫുഡൊക്കെ തട്ടി താഴെ ഇടുന്ന രോഹിത്തിനെയും കാണിക്കുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും വീണ്ടും രോഹിത്തിനോട് ദേഷ്യപ്പെടുന്നതൊക്കെയാണ് കേട്ടോ പ്രമോല് കാണിച്ചിട്ടുണ്ടായിരുന്നത്.